ശരക്കാം നമ്മളെ ഫ്രഷേഴ്സ് ഇൻ്റർവ്യൂവിന് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് പറഞ്ഞല്ലോ. ഒന്നല്ല, എനിക്ക് 5 പറഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം, ഓവർ സ്മാർട്ട് ആവേണ്ട ആവശ്യമില്ല. ഇൻ്റർവ്യൂവർക്ക് അറിയാം നിങ്ങൾ സ്മാർട്ടാണോ ഓവർ സ്മാർട്ട് ആണോ എന്നുള്ളത്, നിങ്ങൾ ഫ്രഷ് ആണോ എക്സ്പീരിയൻസ് ആണോ അവർക്കറിയാം. അപ്പോൾ ഓവർ സ്മാർട്ടായിട്ട് അവിടെ വലിയ പെർഫോമൻസ് ഇടേണ്ട ആവശ്യമില്ല. ജെന്യൂൻ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നോട്ട് നോയിങ് യുവർ റെസ്യൂമേ. നിങ്ങളുടെ റെസ്യൂമേയിൽ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. പല ആൾക്കാരും ചാറ്റ്ജിപിറ്റിയിൽ അവിടെ ഇട്ടിട്ട് തോന്നുന്നമായ റെസ്യൂമേ ഉണ്ടാക്കിയിട്ട് അതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ആദ്യം നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി അതിന് ശേഷം മാത്രം ഇൻ്റർവ്യൂ പോകാം. മൂന്നാമത്തത്, വീക്ക് ഇൻട്രൊഡക്ഷൻ. എല്ലാ ഇൻ്റർവ്യൂവേഴ്സും എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളത്. സോ ഓൾവേസ് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഏറ്റവും ബെസ്റ്റ് ആക്കുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. 4, നോ റിയൽ എക്സാമ്പിൾസ്. നിങ്ങൾ റെസ്യൂമേഴ്സിൽ വെറുതെ അത് ഇത് എഴുതിയേക്കുന്നതിന് പകരം പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് എക്സാമ്പിൾ വൈസ് നിങ്ങൾ അവിടെ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. ആൻഡ് ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നോട്ട് റിസർച്ചിങ് ദി കമ്പനി. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ഒരു കമ്പനിയിൽ പോകുന്ന സമയത്ത് ആ കമ്പനീനെ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ ഓൾവേസ് ഒരു ബേസിക് ആയിട്ടുള്ള റിസർച്ചെങ്കിലും നടത്തണം. പിന്നെ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂസ് എന്തായാലും ചോദിക്കാൻ ആൻസർ ഒരു 10 ക്വസ്റ്റ്യൻസും അത് എങ്ങനെ ആൻസർ ചെയ്യാനുള്ളൊരു PDF ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ട് കമൻറ്റ് QST. പിന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.